ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റോബ്ലോക്സിലെ ഡ്രോ എ സ്ലൈ ആൻഡ് സ്ലൈഡ് ഡൗൺ ഹിൽസ് എന്നാണ് ഗേസ് ഈ ഗെയിമിൻ്റെ പേര്. കുറച്ച് ലെങ്തി നെയിമാണ് ഈ ഗെയിമിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഗേസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇതുപോലെ ഒരു ഡ്രോ ഞെക്കുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വരയ്ക്കണം ഗൈസ്. ഇങ്ങനെ ഗൈസ് ഇങ്ങനെ വരയ്ക്കണം ഗൈസ് ഇതുപോലെ. എന്നിട്ട് നമ്മളത് എന്തോ ലോഞ്ച് ചെയ്സ് ഇത് ഞെക്കണം. ഗായ്സ് ഒരു ചെറിയ പ്രശ്നം, നമ്മുടെ കാശ് വേണം. അപ്പോൾ പക്ഷെ ഫസ്റ്റ് ഫ്രീ ആയിരുന്നു. പക്ഷെ നോക്കട്ടെ, ഇത് കുറയുന്നതനുസരിച്ച് നമുക്ക് കാശ് കുറഞ്ഞു വരും ഗൈസ്. അപ്പം വലിയ സീനില്ല ഗൈസ്. ഞാൻ ഗൈസ് നമുക്ക് സ്റ്റാർട്ടിങ് പോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ സാധനം, നമ്മുടെ സ്ലൈ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഈ ഡൗൺ ഹിൽസ് മൊത്തം നമ്മൾ ഇറങ്ങിപ്പോണം ഗൈസ്. നമുക്ക് എന്നാണെങ്കിലും അത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തല്ല ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലോട്ട് പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാം മറക്കാതെ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോട്ട് 100 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ സ്ലൈ കയറി ഇരിക്കാം. എന്താവും ഇത് വെച്ച് അങ്ങോട്ട് തുഴയണം ഗൈസ്. അത് തന്നെ സർവൈവ് ചെയ്യുമോ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മൾ താഴെ എത്തുമോ? എത്തും കഴിച്ചു. ഇവിടെ പ്രത്യേകിച്ച് വലിയ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. ആടാ എത്തിയില്ല. എത്തിയില്ല, ചെറുതായിട്ടൊന്ന് തേഞ്ഞു. നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി വലുതുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ ഇത് നമുക്ക് ഡ്രോ ചെയ്യാൻ നോക്കാം ഗൈസ്. ചാടിച്ച ചത്ത് നമ്മുടെ സ്ലൈ എന്ത് ചെയ്സ്. അവിടെ സ്ലൈ പോവല്ലേ, പ്ലീസ് 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 പോവല്ലേ. അടാ ഇല്ലടാ, നമുക്ക് എത്താൻ പറ്റുന്നില്ല ഗൈസ്. തന്നെ ഗോൾഡൻ സ്ലൈ. അപ്പോൾ നമ്മുടെ സ്ലൈ പോയി. പ്രീവിയസ് ആടാ ഇല്ലേ, നമുക്കത് പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പണിയാം ഗൈസ്. ഒരു $300 കിട്ടിയിട്ടുണ്ട്. മൊത്തം 400 ഉണ്ട് ഇപ്പം. ഏത് കളർ വേണം ഗൈസ്? റെഡ് കൊടുക്കാം ഗൈസ്. എനിക്ക് റെഡാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് കളർ. റെഡ് ആൻഡ് ബ്ലാക്ക് കിട്ടില്ലല്ലേ? ഓക്കെ ഗൈസ്, ഇത് എങ്ങനെ നമ്മൾ അവിടെ വരെ തുഴയോന്ന് എനിക്ക് അറിഞ്ഞു. എത്തുവോ? കുറച്ച് മിനിറ്റ് നമ്മൾ എത്തിയില്ല ഗൈസ്. നമുക്കിതുപോലെ തന്നെ ഗൈസ് അങ്ങ് പോവാം. പതുക്കെ പോയാൽ മതി. ഓക്കെ ഗൈസ്, നമ്മളെ ഇവിടെ ഗൈസ് കാല് നോക്കിയാൽ കാല് ചെറുതായിട്ടൊക്കെ നീങ്ങി പോകുന്നുണ്ട്. പക്ഷെ നോ വിശേഷം, ഞാൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ കുഴപ്പമില്ലാവൂലോ. അല്ല ഇല്ലായിരിക്കുമല്ലോ, അത് തന്നെ ആയിരുന്നു അവിടെ. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തു. അല്ല കിട്ടി ഗൈസ്. അല്ല കിട്ടിയില്ല ഗൈസ്. കിട്ടി ഗൈസ്, ഇപ്പൊ കിട്ടി. എന്നതാ ഇതൊരു ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. സ്കൈ ബൂസ്റ്റ് 2%. ആർക്ക് വേണം ഇതൊക്കെ? യൂസ് സീറ്റ്സ് ഗൈസ്. നമുക്ക് ഇവിടെ എന്തോ സീറ്റ് റെഡിയാക്കാനൊക്കെ കേസ്. ഇവിടെ ഒരു സ്ക്വയർ കേസ് ഞാൻ ഇവിടെ ഉണ്ടാക്കി. പക്ഷേ കേസ് അതിന് ഇതല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട്. സീറ്റ് കേസ്. നമുക്ക് സീറ്റ് ഇവിടെ നോക്കാം. ഓടോ, പക്ഷെ സീറ്റും കൂടി വരുമ്പോഴത്തേക്കും നല്ല പൈസ ആവുന്നു കേസ്. അയ്യോ, ഓക്കെ ഇങ്ങനെ നമ്മൾ കളയണം. ഓക്കെ, ഞാൻ റെഡാണ് കേസ് നമ്മൾ ഇപ്പോഴും സെലക്ട് ചെയ്തിരിക്കുന്നത്. എടാ ഇറങ്ങടോ. നാണമുണ്ടോ? അത് എന്റെയാ കാഴ്ച. അത് നാണമുണ്ടോടാ? ഇനി നമ്മുടെ കയ്യിലാണ് സീറ്റ് പണിയാനുള്ള കാശുണ്ട് കേസ്. ആടാ എന്ത് കഷ്ടം നോക്കിയ കേസ്. ഇതുപോലെയൊക്കെ ആരും ചതിക്കരുത്. നമുക്ക് കേസ് ഇവിടെ ഒരെണ്ണം പണിത് നമുക്ക് സീറ്റും കൂടി ഇവിടെ അങ്ങ് വെക്കാം.
നമ്മൾ ലോഞ്ച് ചെയ്ത വീണ് ചത്ത് ഗൈസ്. നമ്മുടെ അല്ലായിരുന്നു ഗൈസ്. എടാ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നൈസായിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ പുതിയ സ്പോണായപ്പോഴത്തേക്കും മറ്റേ ആളവിടെ നിന്ന് വീണ് ഗൈസ്. ഇത് നൈസ് ഗൈസ്. പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആണ് ഗൈസ്. സീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു. വെറുതെ ആണോടാ ഇത്രയും വലിപ്പം ഉണ്ടോ? അല്ല ഇറക്കമാടാ. ഓക്കെ ഗൈസ്, നല്ല സ്പീഡാണ് ഗൈസ്. നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം. വീഴല്. ഓ മൈ ഗോഡ്, വാട്ട്. ഓ ഞാൻ താഴെ വീണപ്പോ നമ്മൾ ചത്തില്ല ഗൈസ്. നോ ഇഷ്യൂ. നമ്മളങ്ങനെ ചാവില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും അതുകൂട്ട് പരിപാടി ഉണ്ടോ? എന്തെങ്കിലും. ഓ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, സത്യം ചെയ്യാം. ക്യാഷ് 725 രൂപ കിട്ടി ഗൈസ്. ഇത്രയും വലിപ്പം വേണ്ട ഗൈസ്. ഇതെന്നാ റെയില്? ഇതൊക്കെ എന്നാണ് ഗൈസ്, നമുക്കറിയില്ല. ഇവിടെ ഞാൻ സീറ്റ് വെച്ച് ബ്രേക്ക് വേണം ഗൈസ്. ബ്രേക്ക് ഒന്നും വേണ്ട ഗൈസ്. അതൊക്കെ എന്തിനാണോ പോലും എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ട നന്നായിട്ട് ഇത് ഗൈസ് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. എടോ ഇത് ഇനിയും അങ്ങോട്ടേക്ക് കേട്ടോ. അയ്യോ അത് ക്യാഷ് ആയിരുന്നു. ഞാൻ എന്ത് ഇടിച്ചതാന്ന് ഓർത്ത്. അയ്യോ ഗൈസ്, അവിടെ മരം ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ട ഗൈസ്, ജസ്റ്റ് മിസ്. ഇവിടെ ഇതുകൊണ്ടോ നമ്മുടെ സ്ലൈവര് പൊട്ടിപ്പോയി ഗൈസ്. അത്രയ്ക്ക് ഇതായിരുന്നു ഗൈസ് അവിടെ. അടുത്ത ചെക്ക് പോയിന്റ് ഗൈസ്. നമുക്കിവിടെ അടുത്ത പണിയാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെ വെച്ച ഒരു സീറ്റും വെക്കണം. നൈട്രോ വേണം ഗൈസ്. നൈട്രോ വേണം. ഇനി ബ്ലൂ ലോക്കിയല്ലേ ഗൈസ്? ബ്ലൂ വെക്കണം. വേണ്ട ഗൈസ്, റെഡ് തന്നെ എടുക്കാം. ബ്ലൂവും റെഡൊക്കെ നല്ല രസമല്ലേ ഗൈസ്? അതാ എനിക്ക് കൺഫ്യൂഷൻ വന്നു. ഓക്കെ, നമ്മുടെ ക്യാഷ് കയറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ചത്താലും നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് കിടക്കും. അയ്യോ ജമ്പ് ഉണ്ടാവോ ഗൈസ്? നമ്മുടെ ചെക്ക് പോയിന്റും കഴിഞ്ഞു പോയി ഗൈസ്. നിങ്ങളെന്ന് എടാ വാട്ട്, നമ്മള് ചെക്ക് പോയിന്റ് കഴിഞ്ഞു ഗൈസ്. എടോ ഇതോ 6 സ്ലൈ ഒക്കെ ഒരു താഴെ പറഞ്ഞു. നമുക്ക് അടുത്ത ഡ്രോ ചെയ്യാം. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ ഡൂഡിന്റെ ഡി വരച്ചു നോക്കാം. ഡി ഓഫ് ഇതോ ഗണേഷ് അല്ലാണ്ട് എനിക്ക് ഗെയിമിങ്ങിന്റെ ജി വരച്ചു നോക്കാം. ജി വരച്ചിട്ട് നമുക്ക് സീറ്റ് അവിടെ കൊടുക്കണം. ഇവിടെ ഇറങ്ങായിരുന്നോട്ടെ, ഇവിടെ അല്ല വേണ്ട ഗൈസ്, നമുക്ക് അവിടെ വേണ്ട. ഇത് മതി ഗൈസ്. ഗെയിമിങ്ങിന്റെ ജി ഞാൻ വരച്ചു. സെറ്റല്ലേ ഗൈസ്? ആ ഗൈസ് ഇനി TGD വരച്ചു നോക്കാം. അതായത് നമ്മുടെ ഗെയിമിംഗ് ഡോഡിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ്. എടാ ഒന്ന് പോടാ താഴത്തോട്ട്. താഴത്തോട്ട് പോവാൻ ഭയങ്കര മടിയാണ് ഇതിന്. അയ്യോ അയ്യോ ഇടിച്ച് ഇതിനോടെ പമ്പരോ. എന്റെ ജിയുടെ ഒരു മൂല പോയി ഗൈസ്. അവിടെ എത്തിയില്ല പണ്ടര. ഒക്കെയാണ് അങ്ങോട്ട് തുഴയാൻ ഗൈസ്. എൻ്റെ ഒക്കെ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ എടാ കേറും തോന്നുന്നില്ല ഗൈസ്. എടാ ചുമ്മാ ഇത് AFK ഫാം ചെയ്യാൻ പറ്റും ഗൈസ്. നോക്കി ചുമ്മാ അനങ്ങുന്നതനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ ഗൈസ് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൈയൊക്കെ അവിടെ നിന്ന് മാറ്റി ഗൈസ്. തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ നോക്കാം. തന്നെ പോകുന്നോ ഇല്ലയോ? കാരണം പൈസ കിട്ടുന്നുണ്ട് ഗൈസ്. പക്ഷേ മുന്നോട്ട് പോകുന്നതിന് മാത്രമേ പൈസ നമുക്ക് ഇവിടെ ആടാവുന്നുള്ളൂ. ബ്രോ നെറ്റ് പോയി ഗൈസ്, കറണ്ട് പോയപ്പോൾ. ഗൈസ് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ നെറ്റ് ഒന്ന് പോയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ എവിടെയോ തുടങ്ങി ഗൈസ്. എനിക്ക് എവിടെയൊന്നും മനസ്സിലാവുന്നില്ല.
ഏതൊരു ചെക്ക് പോയിന്റിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോയിന്റ് തന്നെ ആവണം. അത് സേവായി കാണും. ഓ അത് നമുക്ക് TGD എന്നൊന്ന് വരച്ച് നോക്കാം. ടി എടാ അതിനുള്ള സ്ഥലമില്ലടാ അതിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം ഗൈസ്. T6 പോലെ ഇരിക്കുന്നല്ലേ. D എവിടെ വരയ്ക്കണം? ഇത് വേടായി മനസ്സിലാവുന്നല്ലേ. അപ്പം ഞങ്ങൾക്ക് T മതി ഗൈസ്. യെസ് ടീയുടെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു ജിയും കൂടി വരച്ച് വെക്കാം. ഇവിടെ വരണം. പിന്നെ D വരയ്ക്കണം. D നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ചുമ്മാ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വേണ്ട ഗൈസ്, എന്താ പോലെ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് TG ഓക്കെ ഗൈസ്. TG ഓക്കെ ഗൈസ്. അയ്യോ അങ്ങ് സീറ്റ് വെച്ചില്ല. ടീയുടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഇരിക്കട്ടെ. നൈട്രോ വേണോ? ഇരിക്കട്ടെ എന്നല്ലേ. ഒരു നൈട്രോയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ആടാ ശരി, ഗ്രേ കളർ വന്ന്. ഗ്രേ അല്ലായിരുന്നു എനിക്ക് വേണ്ടേ. പക്ഷെ ഞാൻ എങ്ങനെ നൈട്രോ അപ്ലൈ ചെയ്യും? പക്ഷെ ഇതെങ്ങനെ നൈട്രോ അപ്ലൈ ചെയ്യും? ഐ തിങ്ക് സീറ്റ് അതിൻ്റെ അടുത്തായിട്ട് വെക്കണമായിരുന്നെന്ന് തോന്നുന്നു. വാട്ട്? എടാ നമ്മള് പിന്നെ അവിടെ തന്നെ പോണം. ഇന്ത്യ. ഓക്കെ ഇത് ഇന്ത്യ പേര് ഇതന്നെ. ഇതിൻ്റെ അവിടെ ഇവനൊക്കെ കീച്ചേനുണ്ട് ഗൈസ്. എൻ്റെ തന്നെ ആള് എൻ്റെ പാൻ്റൊക്കെ തിളങ്ങണ. നമുക്ക് ഗൈസ് ഒന്നുമില്ല TGD വരച്ച് നോക്കാം. ഇതാണ് TGD എന്ന് തന്നെ ഇടാം. TG ഇത് G ആണ് ഗൈസ്. സംശയമൊന്നും ഇല്ല സർ, G തന്നെയാണ്. നിനക്ക് മനസ്സിലാവണല്ലേ. ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ദെൻ ഇതുപോലെ. പിന്നെ ഇവിടുന്ന് തുടങ്ങണോ? ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ ഇതുപോലെ. ഓക്കെ നമ്മൾ TGD വരച്ചിട്ടുണ്ട്. നമുക്കൊരു സീറ്റ് നമ്മുടെ ഫസ്റ്റ് സൈസ് നമുക്ക് നൈട്രോ ഇവിടെ ഒരെണ്ണം വെക്കാം. ഓക്കെ അവിടെ വെക്കാം. നമ്മുടെ സീറ്റ് ഓൾമോസ്റ്റ് ഒരു ഇവിടെ ആയിട്ട് വെക്കാം കഴിച്ചാൽ, എങ്കിലും നമുക്ക് നൈട്രോ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആടാ എന്താ ബ്രോ അത് പോയി കഴിച്ച് നമ്മളെ കൂട്ടാതെ. ആടാ അത് കിട്ടിയില്ല, അത് പോയി. കഷ്ടപ്പെട്ട് TGD വരച്ചത്. ഇനി എനിക്കൊന്നും വയ്യ TGD വരയ്ക്കാം. ഞാൻ T അങ്ങ് വരയ്ക്കാൻ പോവാം. ദെൻ സീറ്റർ ഇവിടെ, നൈട്രോ ഇവിടെ. നൈട്രോ വെക്കുന്നത് എല്ലാം കഴിച്ച് എന്തോ പോലെ. ഓക്കെ കിട്ടി നൈട്രോ. നമുക്ക് നൈട്രോ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീയും കൊണ്ട് പോവുകയാണ് ദൂരത്തോട്ട്. എൻ്റെ അമ്മോ ഗായ്സ്, നമുക്ക് നൈട്രോ ഇടാം ഗൈസ്. നൈട്രോ ഗൈസ് ഇട്ടു ഗൈസ്. പക്ഷേ കിട്ടില്ല ഗൈസ്. ഇത് മറ്റേ പോലെ തന്നെയായി. ഡൈ ആവാം. ആടാ എന്ത് കഷ്ടമാടാ, അത് കിട്ടിയില്ല ഗൈസ്. ഇത് എന്തോ കുറച്ച് ബിഗ് ആയിട്ട് അങ്ങ് വരയ്ക്കാം ഗൈസ്. വീലൊന്നും ഇല്ലല്ലോ അല്ലേ ഇതിന്? ഇല്ല, നൈട്രോ ആണേലും വേണ്ട. ഒരു സീറ്റും വെച്ച് ഇങ്ങനെ അങ്ങ് വെച്ച് നമുക്ക് ലോഞ്ച് ചെയ്യാം ഗൈസ്. സ്കൈ പോൾസ് വിട്ടടിച്ച് പോവുകയാണ്. ഇതെങ്കിലും ഒന്ന് ചെക്ക് പോയിന്റ് കിട്ടടേ.
അത് സേഫ് ലാൻഡിംഗ് എങ്കിലും ആയിരുന്നു. ഇതിനു മുന്നേക്കെ ഉള്ളത് എന്ത് ലാൻഡിംഗ് ആയിരുന്നു ഗൈസ്? നമ്മളെത്തി ഗൈസ്. ഇനി 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 എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പോ, ഇങ്ങനെയല്ല. അയ്യോ, ചെക്ക് പോയിന്റ് അടുത്ത് വന്നിട്ടൊക്കെ ചാവുകയെന്ന് വെച്ചാൽ ഐസ് നമ്മൾ ഐസി വന്നാൽ നമ്മൾ ചത്ത് ഗൈസ്. പക്ഷേ ഇവിടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാവില്ല, അങ്ങനെയാന്ന് തോന്നുന്നു അവിടെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എത്തി ഗൈസ്. ഓൾമോസ്റ്റ് വേൾഡ് റീച്ച് അല്ല തീരാറായെന്ന് തോന്നുന്നു. സ്കൈ ബോസ്റ്റ് 5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഗൈസ് ഏറ്റവും ബെസ്റ്റ്. ഒരു സീറ്റും കൂടി വെച്ചങ്ങ്. അയ്യോ, നമ്മളെ റെഡ് ആക്കിയില്ല. ഓക്കെ, ഞാൻ എപ്പോഴും W നിൽക്കുവാണ് ഗൈസ് കീബോർഡിൽ. കാരണം നമ്മൾ സാറിന് ഇപ്പം എന്ത് ഡ്രൈവിംഗ് ഗെയിംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ WASD ആണല്ലോ PC-യിൽ കളിക്കുന്നവർ. ഞാൻ ലാപ്ടോപ്പിലാണ്. ഓക്കെ, അത് സ്മൂത്തായിരുന്നു ഗൈസ്, ഈസി ആയിരുന്നു, ഈസി PC. പിന്നെയും ചെയ്തു ഒരു സീറ്റ്, ഒരു നൈട്രോ വെച്ച് ഗൈസ് ലോഞ്ച് ചെയ്തേക്കാം. ആടാ എടാ, എന്താടാ ഇങ്ങനെ? അയ്യോ ഗൈസ്, ഞാൻ അതിന് മറ്റേ എടാ തിരിച്ചു വന്ന് നൈട്രോയും കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. തിരിച്ചു വന്നു ഗൈസ് ഒരു വിധത്തിൽ. അത് കോമഡി ആയിരുന്നു ഗൈസ്. റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ ഗൈസ്. ആവുന്നുണ്ട് ഗൈസ്. സാറിന് ഇങ്ങനത്തെ നല്ല മൊമെന്റ്സ് ഒക്കെ റെക്കോർഡ് ആവാണ്ട് പോവാറാ പതിവ്. നമുക്ക് നൈട്രോ കൂടെ അങ്ങ് ഇടാം. എൻ്റെ അമ്മോ, നൈട്രോ ഇട്ടപ്പോ എന്തുവായിരുന്നടേ. ഓക്കെ, ഇതുപോലെ ഇത് എൻലെസ് ആണോ? പോയി. ഓഹ്, ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് പോയി കയറിയാൻ. എൻ്റെ അകത്ത് അങ്ങനെ കയറി കഴിഞ്ഞാൽ അവനങ്ങനെ ഇപ്പോൾ ലെഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് താഴെ വീണേനെ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. ഈസി സാധനങ്ങളാണ് ഗൈസ് നമ്മൾ സെറ്റാക്കണേ. ഇതത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര പാടാണ് ഗൈസ് ഓടിക്കാൻ. നോക്കണേ, നമ്മൾ 15,000 ഇത് ട്രാവലായി. എടാ, ഇവിടെ നൈട്രോ വേണമായിരുന്നു. ഇവിടെ ഇതുപോലെ സീറ്റ്, നൈട്രോ. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ, സ്കൈ പോൾസ് വെച്ച് തള്ളാൻ ഇപ്പോഴും നമ്മൾ മറക്കും ഗൈസ്. എത്തോടം വരെ? എടാ പണ്ടാരം, ഞാൻ കൈസ് അത് നിൽക്കില്ല. അയ്യോ, നമ്മൾ കൈസ് ഇത് കണ്ട ഏറ്റവും അടിയിൽ എത്തണം കൈസ്. ഐ തിങ്ക് ഇത് ലാസ്റ്റാണ് കൈസ്. ചുമ്മാ ഞാൻ ഒരെണ്ണം കൊണ്ടാക്കി വിടാം. അല്ല വേണ്ട, ഇത്രയും വെള്ളയിടൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് കൈസ് ഒരു വടി പോലെ ഒരു സാധനം ഉണ്ടാക്കാം. ഇവിടെ ഒരെണ്ണം വെച്ച് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരു നൈട്രോ ലോഞ്ച്, ഒരു ഐ പോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് പോകാം ഗൈസ്. നോക്കിയാണ് നൈട്രോ ഇട്ടങ്ങ് പോവാം. എടാ, നൈട്രോ ഇട്ടൊന്നും ഒരു കാര്യമുള്ളൂ, അത് പോകുന്നില്ല. എൻ്റെ അമ്മോ, അതെന്ത് പാടാ. ഞാൻ ഇനി കുറേ വട്ടം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ വട്ടം ഞാൻ ട്രൈ ചെയ്ത് ഗൈസ്, പറ്റണില്ല ഗൈസ് അത് ജയിക്കാം. ഈ ലെവലിൽ തന്നെയാണ് ഗൈസ് നിൽക്കണം. നമുക്കിപ്പോഴും അതങ്ങ് കടക്കാൻ പറ്റണില്ല ഗൈസ്. കാരണം നമ്മുടെ ഇത് തിരിയുന്നില്ല ഗൈസ് നേരാവണ്ണം. തിരിയാൻ പാകത്തിനുള്ള ഒന്നുമില്ല. ഇതന്നെ റെയിലും കൊണ്ടുള്ള ഉപകാരം എന്താ? എന്തൊക്കെയാണ് കൊണ്ട് ഗൈസ്, അതൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടി ഗൈസ് വീഡിയോ, അവനെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ. കൂടെ അടുത്ത ഏത് ഗെയിം കളിക്കണമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് ഉറപ്പായിട്ടും കളിക്കാം. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കളിക്കും. റോബ്ലോക്സിൽ ഏത് ഗെയിം നിങ്ങൾ പറഞ്ഞാലും നമ്മളത് കളിച്ചിരിക്കും ഗൈസ്. അപ്പം
ഇതിനെ കണ്ടിട്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.